നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. രാവിലെ ഏകദേശം ഒരു 6:30 അപ്പോൾ പിന്നെ മഹതിക്കുട്ടിക്ക് കഴിക്കാനൊക്കെ ഉണ്ടാക്കണം, സ്കൂളിൽ വിടണം. അപ്പോൾ അതിൻ്റെ തിരക്കാണ് രാവിലെ. മഹതിക്കുട്ടി രാവിലെ എഴുന്നേറ്റു. ചമ്മന്തി റെഡിയായി. മാവ് നല്ലതായിട്ട് പുളിച്ചിട്ടുണ്ട്. ശകലം ഉപ്പും ചേർക്കാം. അപ്പോൾ മേധക്കുട്ടി ഇപ്പോൾ എഴുന്നേറ്റില്ല. അപ്പോൾ അവൾക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിർബന്ധമാണ് രാവിലെ കാപ്പിയോ ചായ എന്തെങ്കിലും. അപ്പോൾ അതും റെഡി ആറായി. രാവിലെ തന്നെ കൊക്കൊക്കെ വന്ന നെല്ലി അവിടെ ഇന്നലെ നെല്ല് ഇതെടുത്തുകൊണ്ട് എല്ലാം രാവിലെ തന്നെ ഇഷ്ടംപോലെ കൊക്കൊക്കെ പറന്നു വരുന്നുണ്ട്, കൊത്തിപ്പറക്കാനും എല്ലാം. അതിക്കുടിക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചും സ്നാക്സും എല്ലാം റെഡിയായി. മധുക്കുട്ടി റെഡിയായി. മേധക്കുട്ടി കുറേ ഓടുക കേട്ടോ. മഹതിക്കുട്ടിയെ കെട്ടിട്ടാണ്ടി പോകാം. മേധക്കുട്ടി ഉണ്ട്, അപ്പോൾ അവൾ കൈ പിടിച്ചുകൊണ്ട് പോവുക. മേധക്കുട്ടി കുറേ നാളായി മഹതിയെ വിടാൻ കയറി വന്നിട്ട്. അപ്പോൾ ഇന്ന് മേധക്കുട്ടി കിട്ടിയ അവസരമാണ്, അതുകൊണ്ട് അവൾ നല്ല ഹാപ്പിയാണ്. ഞങ്ങളങ്ങനെ റോഡിലെത്തി. ചേച്ചി ബസ് പോയോ? ചേച്ചി പോയതിൻ്റെ സങ്കടത്തിലാണ് വരുന്നത്. വീട്ടിലെത്തിയിലും സങ്കടം മാറില്ല. മഹതി പോയതിൻ്റെ ഉള്ള വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുക. പത്രമൊക്കെ എടുത്തോണ്ട് ഇറങ്ങുക പുള്ളിക്കാരി പയ്യെ. ചേച്ചി പോയി സാരല്ല, ചേച്ചി വൈകിട്ട് ഇടും കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞാൽ ദോശയും ചമ്മന്തിയും, അത് കഴിക്കാനായിട്ട് പോവുക. ഇന്ന് ഈ സൈഡ് അവർ നെല്ലെടുക്കുന്നത്. അപ്പം പക്ഷികളൊക്കെ എല്ലായിടത്തും ഒന്ന് കൂടി നിൽക്കുക. അപ്പം ചക്കക്കുരു, മാങ്ങയും മുരിങ്ങയും ചെമ്മീനും കൊണ്ട് ഞങ്ങൾ വേവിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പം അതിനെല്ലാം ഞാൻ അരിഞ്ഞിട്ട് വേവിക്കുക. ഇതിൻ്റെ കൂടെ ചക്കക്കുരും ചേർക്കാം നമ്മൾ. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള സ്പെഷ്യൽ കേട്ടോ, ചക്കക്കുരു, ചെമ്മീനും മുരിങ്ങയും കൊണ്ട് ചാറ് വെച്ചത്, പിന്നെ അച്ചാറ്, ഇത് ഏത്തക്കത്തോരൻ. അപ്പോൾ മഹതിക്കുട്ടി സ്കൂളിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ അവളുടെ ഒരു ചെറിയൊരു ഹോബി കേട്ടോ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ മേധക്കുട്ടി അതനുസരിച്ച് സപ്പോർട്ട് ചെയ്യും. അവൾക്ക് കുട്ടി പെയിൻറ്റ് ചെയ്യുമ്പോൾ മേധക്കുട്ടി അത് ഡിസ്റ്റർബൻസ് ചെയ്യും. അവൾ അതെല്ലാം എടുത്ത് കളയാൻ വെക്കുക, അതിനെ പിറക്കിക്കൊണ്ട് ഓടുക. അപ്പോൾ മേധക്കുട്ടിയും കളർ ചെയ്യാനുള്ള പരിപാടിക്കാണ് കേട്ടോ. അപ്പോൾ അവൾ ഒരു ബുക്ക് എടുത്തിട്ട് നിന്നു, മഹതിക്കുട്ടി ഇപ്പുറത്തോട്ട് പോയി ചെയ്യുന്നു, അവൾ ഒരു വേറെ ബുക്ക് എടുത്തോട്ട് വരിക. വൈകുന്നേരം ഏകദേശം ഒരു 6:30. എന്നാലും പക്ഷികളൊക്കെ കണ്ടത് പറന്ന് പോയിട്ടില്ല, ഉണ്ട് കേട്ടോ. കൊക്കൊക്കെ അവിടെ ഇവിടെ എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.